ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും ചെമ്പനീർ പൂവിന്റെ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മുടെ രേവതിയുടെ അടുത്ത് നമ്മുടെ ശ്രുതിയും വർഷയും മാറി മാറി എനിക്ക് അത് വേണം, എനിക്ക് ദോശ വേണം, എനിക്ക് ഓംലെറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ ഓർഡർ ഇടുവാട്ടോ, ഒരുമാതിരി ഹോട്ടലിലേക്ക് വന്നേക്കണ പോലെ. അപ്പൊ എന്തായാലും നമ്മുടെ രേവതി അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എന്താ പറയാ തയ്യാറാകുന്നുണ്ട് ട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി വന്നിട്ട് അവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓംലെറ്റ് അല്ലേ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് രണ്ട് മുട്ടയൊക്കെ തറയിലെടുത്ത് ഉടയ്ക്കുന്നൊക്കെ ഉണ്ട് ട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. എനിക്ക് ഇവിടുത്തെ ആരുടെയും ഔദാര്യം വേണ്ട, എനിക്ക് വേണ്ടി ആരും ഉണ്ടാക്കി തരേം വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. പിന്നാലെ നമ്മുടെ വർഷയും പോകുന്നുണ്ട്, ഞാനും പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് വർഷയും പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും നമ്മുടെ സച്ചി ഇടപെട്ട് നമ്മുടെ ഏകദേശം അവിടുത്തെ കാര്യങ്ങളൊക്കെ സോൾവ് ആക്കി. പക്ഷെ ചന്ദ്രമതി വെറുതെ ഇരുന്നിട്ടില്ല ട്ടോ. ചന്ദ്രമതി നമ്മുടെ രേവതിയെ കൊണ്ട് ആ മാർക്കറ്റിൽ വിടല് അതും ഇതും ഓരോരുത്തർക്കും ഓരോ ഫുഡാട്ടോ ചന്ദ്രമതി പറയുന്നത്. അതെല്ലാം ഉണ്ടാക്കിക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ രേവതി ഫുഡൊക്കെ ഉണ്ടാക്കി അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ക്ഷീണിച്ച് വരുമ്പോൾ ഒരു കുന്ന് സാരികളും തുണികളും നമ്മുടെ രേവതിയുടെ മേത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ കൊണ്ട് അലക്കെന്നും പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി മാക്സിമം നമ്മുടെ രേവതിനെ എന്താ പറയാ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നു എന്ന് തന്നെ പറയാം. ഭയങ്കരമായിട്ടിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ രേവതി ആ ഒരു കഷ്ടപ്പാടൊക്കെ സഹിക്കാൻ പറ്റാതെ അവിടെ നിന്നും ഇട്ടെറിഞ്ഞിട്ടിട്ട് പോണം. അതാണ് നമ്മുടെ ചന്ദ്രമതിയുടെ ലക്ഷ്യം. ഇതിനിടയിൽ മാർക്കറ്റിൽ പോകും വഴി നമ്മുടെ രേവതിയുടെ അമ്മയായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് രേവതിയുടെ അമ്മ രേവതിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ച് രേവതി ഇങ്ങനെ അവിടെ വെച്ച് നടന്ന കാര്യങ്ങളും താൻ സ്വർണ്ണമൊക്കെ ഉരു കൊടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്നാലും രേവതി പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ സഹി കെട്ടാല് ഇനി എന്റെ വീട്ടുകാരെ അച്ഛനെയോ വല്ലതും പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരും എന്നിങ്ങനെ രേവതി ഉറപ്പിച്ചൊക്കെ പറയുന്നൊക്കെ ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ രേവതി ആ ഒരു തുണിയൊക്കെ അലക്കാൻ വേണ്ടി പോവുകയാട്ടോ. അപ്പൊ നമ്മുടെ ചന്ദ്രമതി വീണ്ടും ഇങ്ങനെ എന്താ പറയാ പറയുന്നുണ്ട് ഇങ്ങനെ മനസ്സിലാ നീ അത് കഴിഞ്ഞിട്ട് വാടി അടുത്ത ജോലി ഞാൻ നിനക്ക് തരും നീ പറഞ്ഞ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും അടുത്ത ജോലികൾ ഇങ്ങനെ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇനി നമ്മുടെ രേവതി പ്രതികരിക്കുവോ അല്ലെങ്കിൽ സഹികെട്ട് അവിടെ നിന്നും വിട്ടെറിഞ്ഞിട്ടിട്ട് പോകേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.